യുക്രൈന് പേട്രിയറ്റ് മിസൈലുകൾ നിർമ്മിക്കാൻ ലൈസൻസ് നൽകുമെന്ന് ഡൊണാൾഡ് ട്രംപ്. റഷ്യയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ നിർണായകമാണ് പേട്രിയറ്റ് മിസൈലുകൾ. യുക്രൈൻ പ്രസിഡന്റ് വോളഡിമിർ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയത്. തുർക്കിയിൽ നടന്ന നാറ്റോ സമ്മേളനത്തിൽ യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി പങ്കെടുത്തിരുന്നു. നാറ്റോ ഉച്ചകോടിയോട് അനുബന്ധിച്ച് നടന്ന ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ചയിലാണ് നിർണായക നിലപാട് US പ്രസിഡന്റ് അറിയിക്കുന്നത്. പാട്രിയറ്റ് മിസൈലുകൾ ആവശ്യത്തിനനുസരിച്ച് ലഭ്യമാക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ട് കൂടി ഉള്ള സാഹചര്യത്തിലാണ് യുക്രൈന് നിർമ്മാണ ലൈസൻസ് നൽകാനുള്ള തീരുമാനം ട്രംപ് അറിയിക്കുന്നത്. We'll be able to do this in 2 to 3 months. If you order a Patriot, now you have to wait a long time for them. Same thing with Tomahawks. We have a lot of certain equipment, but with they call it the elite equipment, and you don't need elite equipment necessarily for a war. But so one of the things we're going to be talking about is we're going to give a license to you to make Patriots. That's pretty cool, right? This way you can't complain that we're not giving them enough. I say make them yourself. We haven't informed the company of that yet, but that'll work out all right. You know, I'm sure they'll be thrilled. യുക്രൈന് നാറ്റോ അംഗത്വം നൽകുന്നത് സംബന്ധിച്ചുയർന്ന ചർച്ചകളാണ് റഷ്യയുമായുള്ള സംഘർഷത്തിന് തന്നെ തുടക്കം കുറിച്ചത്. റഷ്യയുടെ ശക്തമായ മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ പാട്രിയറ്റുകൾ പോലുള്ള ശക്തമായ സംവിധാനങ്ങൾ യുക്രൈന് അനിവാര്യമാണെന്നും US വിലയിരുത്തുന്നു. നേരത്തെയും US യുക്രൈന് പാട്രിയറ്റ് മിസൈലുകൾ നൽകിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.